2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ചില വൻമരങ്ങളുടെ വീഴ്ച ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. 50 വർഷം പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ മുടിചൂടാ മന്നനായിരുന്ന കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥിന്റെ പരാജയമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കോൺഗ്രസിനോട് പിണങ്ങി CPM-മായി ചേർന്ന് പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിൽ AVക്ക് തോൽവിയുടെ രുചി അറിയേണ്ടി വന്നു. ഒപ്പം തന്നെ CPM തന്നെ ചതിച്ചുവെന്ന് വിലപിക്കേണ്ടിയും വന്നു. തൃശൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച DYFI ജില്ലാ നേതാക്കളെല്ലാം തോറ്റു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CS സംഗീത്, ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക എന്നിവരാണ് തോറ്റുപോയ യുവ നേതാക്കൾ. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ മാടായിക്കോണം ഡിവിഷനിലാണ് ശ്രീലാൽ ജനവിധി തേടിയത്. സംഗീത് ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ച് പരാജയപ്പെട്ടത്. കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായിരുന്ന മുസാഫിർ അഹമ്മദിന്റെ പരാജയം ഏവരെയും ഞെട്ടിച്ചു. പുതിയ കോർപ്പറേഷൻ കൗൺസിൽ മേയറാക്കാൻ CPIM നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു മുസാഫിർ അഹമ്മദ്. കോഴിക്കോട് UDFന്റെ മേയർ സ്ഥാനാർത്ഥി PM നിയാസും തോറ്റവരിൽ ഉൾപ്പെടുന്നു. കൊടുവള്ളിയിൽ കാരാട്ട് ഫൈസലാണ് തോറ്റ മറ്റൊരു പ്രമുഖൻ. കൊല്ലത്ത് മേയറായിരുന്ന ഹണി ബെഞ്ചമിനാണ് CPIയിൽ നിന്ന് തോൽവിയുടെ രുചിയറിഞ്ഞ മറ്റൊരു പ്രമുഖ. അവിടെ മുൻ മേയർ രാജേന്ദ്ര ബാബുവും തോറ്റു. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിച്ച CPM ഏരിയ കമ്മിറ്റി അംഗം ബിനു തോറ്റത് പാർട്ടിക്ക് വലിയ ക്ഷീണമായി. മഹിളാ കോൺഗ്രസ് നേതാവായിരിക്കെ അസംബ്ലിയിലേക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് KPCC ഓഫീസിന് മുന്നിൽ മുടിമുറിച്ച് പാർട്ടി വിട്ട ലതിക സുഭാഷിന്റെ പരാജയമാണ് മറ്റൊന്ന്. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ തിരുനക്കര വാർഡിൽ LDFന് വേണ്ടി മത്സരിച്ച ലതിക സുഭാഷ് 3ാം സ്ഥാനത്തായി. ഇടുക്കിയിൽ MLA ആയിരുന്ന കോൺഗ്രസ് നേതാവ് EM അഗസ്തി കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. 59 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. മുൻ MLAയുടെ വീഴ്ച കോൺഗ്രസുകാർ പോലും സന്തോഷത്തോടെയാണ് കണ്ടത്. ഇത്തരം പിന്നോട്ടടികൾക്കൊപ്പം ചില പുതിയ താരോദയങ്ങളും ഇക്കുറി ഉണ്ടായി. CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കെ തൽസ്ഥാനം രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വിജയമാണ് ഇതിലൊന്ന്. തലസ്ഥാനത്ത് 3 മുന്നണികൾക്കുമെതിരെ മത്സരിച്ച് 2 സ്വതന്ത്രന്മാർ ജയിച്ചത് വൻ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റായിരുന്ന പാറ്റൂർ രാധാകൃഷ്ണനാണ് ഇതിലൊരാൾ. മുൻ CPM പ്രവർത്തകനാണ് രാധാകൃഷ്ണൻ. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാതിരുന്ന തിരുവനന്തപുരത്ത് പാറ്റൂർ രാധാകൃഷ്ണന്റെ നിലപാട് ഏറെ പ്രധാനമാണ്. കണ്ണൂർ ജില്ലയിലെ CPM കോട്ടയായ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ 36ാം വാർഡിൽ മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വൈശാഖ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചതാണ് മറ്റൊരു ശ്രദ്ധേയമായ നേട്ടം. 3 മുന്നണികളെയും തോൽപ്പിച്ച വൈശാഖിന് 708 വോട്ടാണ് ലഭിച്ചത്. 142 വോട്ട് നേടിയ LDFന്റെ സ്ഥാനാർത്ഥിക്ക് ഇവിടെ കെട്ടിവെച്ച കാശ് പോയി. പാലാ മുനിസിപ്പാലിറ്റിയിൽ ജോസ് കെ മാണിയെ വിമർശിച്ചതിന്റെ പേരിൽ CPM പുറത്താക്കിയ ബിനു പുളിക്കാക്കണ്ടം സ്വതന്ത്രനായി ജയിച്ച് കയറി. ഒപ്പം 2 കുടുംബാംഗങ്ങളെയും മറ്റ് സീറ്റുകളിൽ മത്സരിച്ച് വിജയിച്ചു. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത പാലാ മുനിസിപ്പാലിറ്റിയിൽ പുളിക്കാക്കണ്ടന്റെ നിലപാടാണ് ഭരണം ആർക്കെന്ന് തീരുമാനിക്കുക എന്നതും പ്രധാനമാണ്. ഇങ്ങനെ ഉന്നതരുടെ വീഴ്ചകളും ഉയർച്ചകളും കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്.